മലയാളികൾ നെഞ്ചിലേറ്റിയ താരകുടുംബമാണ് നടി താര കല്യാണിൻ്റേത്. സിനിമയിലും സീരിയലിലും സജീവമായി നിന്നാണ് മലയാളികളുടെ മനസ്സിൽ താര കല്യാൺ ഇടം നേടിയത്. താരം ഒരു നർത്തകി കൂടിയാണ്. ഈ കുടുംബത്തിൽ നിന്നും അഭിനയരംഗത്തേക്ക് ആദ്യമെത്തുന്നത് താര കല്യാണാണ്. അമ്മേ ഭഗവതി എന്ന ചിത്രത്തിൽ ചോറ്റാനിക്കര ദേവിയായി അഭിനയിച്ചുകൊണ്ടാണ് താര കല്യാണിൻ്റെ സിനിമാ ജീവിതം ആരംഭിച്ചത്. പിന്നീട് നിരവധി സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും മലയാളികൾക്ക് സുപരിചിതയായി താരം മാറി. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം എന്നിവയിലെല്ലാം ചെറുപ്പത്തിൽ തന്നെ പ്രാവീണ്യം നേടിയ താര കല്യാൺ അഭിനയത്തിനൊപ്പം തന്നെ ഒരു നൃത്ത അക്കാദമിയും നടത്തുന്നുണ്ട്. ഇപ്പോൾ താരയുടെ ഡാൻസ് അക്കാദമിയുടെ നടത്തിപ്പ് മകൾ സൗഭാഗ്യയ്ക്കും മകളുടെ ഭർത്താവ് അർജുനുമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി സംസാരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് താര കല്യാൺ. ശബ്ദം തന്നെ താരയ്ക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടു. മുമ്പ് താരയ്ക്ക് തൈറോയ്ഡ് ശസ്ത്രക്രിയ നടത്തിയിരുന്നു. സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടും ശബ്ദത്തിലെ വ്യത്യാസവും കണ്ട് നടത്തിയ പരിശോധനയിലാണ് തൈറോയ്ഡ് കണ്ടെത്തിയത്. എന്നാൽ പിന്നീട് പൂർണ്ണമായും ശബ്ദം നഷ്ടപ്പെട്ട അവസ്ഥയിലായി താര. അതോടെ വീണ്ടും നടി വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം സർജറിക്ക് വിധേയയായി. സർജറിയെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു ഇതുവരെയും താരം. ഇപ്പോഴിതാ പെട്ടെന്നുള്ള സർജറിക്ക് പിന്നിലെ കാരണവും തൻ്റെ അനുഭവവും രോഗത്തെക്കുറിച്ചുള്ള ഡോക്ടറുടെ വിശദീകരണവും പങ്കിട്ടെത്തിയിരിക്കുകയാണ് താര കല്യാൺ. സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട ഏറ്റവും പുതിയ വീഡിയോയിലാണ് ഇക്കാര്യങ്ങളെല്ലാം താര വിശദീകരിച്ചത്. ശബ്ദമില്ലാത്തതിനാൽ താര വീഡിയോ ചെയ്തതും സംസാരിച്ചതും AI-യുടെ സഹായത്തിലൂടെയാണ്. സർജറി കഴിഞ്ഞ് 2 ആഴ്ചയായി. ശബ്ദം തീരെയില്ലെന്നു തന്നെ പറയാം. വീഡിയോ എടുക്കുന്നത് AI വഴിയാണ്. എത്രയും വേഗം ശബ്ദം തിരികെ കിട്ടി സ്വന്തം ശബ്ദത്തിൽ വീഡിയോ എടുക്കണമെന്ന ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാണ് താര വീഡിയോ ആരംഭിച്ചത്. ശേഷം നടിയെ ചികിത്സിക്കുന്ന ഡോക്ടറാണ് കാര്യങ്ങൾ പ്രേക്ഷകർക്ക് കൂടി മനസ്സിലാക്കാൻ വിശദീകരിച്ചത്. ഉറപ്പായും ശബ്ദം തിരികെ വരും. എല്ലാ രോഗികളിലും അത് തിരികെ കിട്ടാൻ സമയത്തിൽ വ്യത്യാസം വരും. സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്ന പേര് ഭീകരമാണെങ്കിലും രോഗം അത്ര ഭീകരമല്ല. വ്യക്തമായ കാരണം അറിയില്ല. പക്ഷേ ഇത് ഉണ്ടാകുന്നത് ഒരുപക്ഷെ ശബ്ദം ഒരുപാട് സമയം ഉപയോഗിക്കുന്നത് കൊണ്ടാകാം. സാധാരണ ഇതിൻ്റെ മെഡിസിൻ എന്ന് പറയുന്നത് ബോട്ടോക്സ് ആണ്. അത് വോക്കൽ കോഡിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പതിവ്. എന്നാൽ 6 മാസത്തിൽ കൂടുതൽ അതിൻ്റെ എഫക്റ്റ് കിട്ടാൻ പ്രയാസമാണ്. എങ്കിലും കൂടുതലും ആളുകൾ ഇതാണ് എടുക്കുന്നത്. കേരളത്തിലെ ജനസംഖ്യയിൽ 1000 പേരോളം ആളുകൾ ഈ രോഗം സഹിക്കുന്നവരാണ്. സർജറി ചെയ്യാൻ ഭയമാണ് ചിലർക്ക്. ഇഞ്ചക്ഷൻ ഭയമില്ല. വോക്കൽ കോഡിൽ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ച് സെൻറ്ററുകളിൽ മാത്രമാണുള്ളത്. 2-3 തരം സർജറികളുണ്ട്. അകത്തൂടെയും പുറത്തൂടെയും ചെയ്യാറുണ്ട്. പാടുകൾ വരാൻ താല്പര്യമില്ലാത്തവർക്ക് ഉള്ളിലൂടെ സർജറി ചെയ്യുന്നതാണ് നല്ലത്. ബോട്ടോക്സ് കൊടുക്കുന്നതിനേക്കാൾ എഫക്റ്റാണ് സർജറിക്ക് ലഭിക്കുന്നത്. എൻഡോസ്കോപ്പിക് തൈറോ അരിറ്റിനോയിഡാണ് നമ്മൾ ചെയ്തത്. 2 ആഴ്ച കൊണ്ട് ശബ്ദം തിരികെ വരണം എന്നാണ്. ഉറപ്പായും താരയ്ക്ക് ശബ്ദം വരും. നടിയുടെ അവസ്ഥ വിശദീകരിച്ച് ഡോക്ടർ പറഞ്ഞു, ഇത് ഒറ്റപ്പെട്ട രോഗാവസ്ഥയല്ല. കേരളത്തിൽ തന്നെ ഈ രോഗം വന്ന പലരുമുണ്ട്. വക്കീലന്മാരും ടീച്ചേഴ്സുമടക്കം പലരും. അതുകൊണ്ട് പേടിക്കാനൊന്നും തന്നെയില്ല. ജീവന് ഭീഷണിയുള്ള അസുഖമല്ല. പക്ഷേ കുറച്ച് പെയിൻഫുള്ളാണ്. സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അതിന് സാധിക്കാതെ വരുമ്പോഴുള്ള പ്രശ്നവുമുണ്ട്. അത്രമാത്രം. രോഗാവസ്ഥയെ അനുഭവം വിശദീകരിച്ച് താരയും പറഞ്ഞു. സീരിയലിൽ സജീവമായി വരവെയാണ് താര സർജറിക്ക് വിധേയയായത്.